പി ജയചന്ദ്രൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അർബുദ രോഗബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഗായകൻ പി ജയചന്ദ്രന്റെ മരണമാണ്. ക്യാൻസർ രോഗബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അവസാന കാലം വളരെ ആക്റ്റീവായി സംഗീത ലോകത്ത് ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. ലിഡിയ ജേക്കബ് എന്നോടൊപ്പം കൊച്ചിയിലും ചേരുന്നു. ലിഡിയ, എന്താണ് ഇതിന്റെ വിശദാംശം? നിഷാദ്, അല്പം മുമ്പാണ് ഇത്തരത്തിൽ മരണവിവരം അറിയുന്നത്. അതായത് അർബുദ രോഗബാധിതനായി കുറച്ചു നാളുകളായി അർബുദ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. അതിനുശേഷം തൃശൂർ അമല ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിൽ വെച്ച് അല്പനേരം മുമ്പാണ് ഇത്തരത്തിൽ അന്ത്യമുണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഉള്ളത് തൃശൂർ അമല ആശുപത്രിയിലാണ് ഇത്തരം അന്ത്യമുണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളെ സംബന്ധിച്ച് വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. അർബുദ രോഗത്തെ സംബന്ധിച്ച് ഒപ്പം വാർദ്ധക്യ സഹജമായ രോഗങ്ങളുമായി കുറെ നാളുകളായി ചികിത്സയിലായിരുന്നു. അർബുദ രോഗമുണ്ടായിരുന്നു, ഒപ്പം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അന്തരിച്ചിരിക്കുന്നത്. കുറച്ച് നാളുകളായി ചികിത്സ നടന്നു വരികയായിരുന്നു. ഏറ്റവും അവസാനമായി ഇപ്പോൾ ഉണ്ടായിരുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. അതിൽ ഇപ്പോൾ അല്പനേരം മുമ്പ് അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിഷാദ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പി ജയചന്ദ്രൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ, ഭാവഗായകൻ മലയാളത്തിന്റെ എന്ന് വിശേഷിപ്പിക്കട്ട പ്രിയപ്പെട്ട ഗായകൻ വിടവാങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അർബുദ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 1960-കൾ മുതൽ മലയാള സിനിമാ ലോകത്ത് വളരെ സജീവമായി നിലകൊള്ളുകയും മലയാളത്തിന് പ്രിയപ്പെട്ട എക്കാലത്തെയും വലിയ ഹിറ്റുകൾ പലതും സമ്മാനിക്കുകയും ചെയ്ത ഒരു ഗായകൻ കൂടിയാണ് പി ജയചന്ദ്രൻ. അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏട് അവസാനിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയമായി പറയാം. യേശുദാസിനൊപ്പം ഒരു വശത്തുകൂടി സഞ്ചരിക്കുകയും പുതിയ ഒരു ഭാവതലം മലയാള ഗാനാലാപന മേഖലയ്ക്ക് നൽകുകയും ചെയ്ത ഗായകൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം എക്കാലത്തും ഓർമ്മിക്കപ്പെടുക. 1960-കളുടെ തുടക്കത്തിൽ മലയാള ഗാനാലാപന മേഖലയിലേക്ക് കടന്നു വരികയും പിന്നീട് ചലച്ചിത്ര മേഖലയിലൂടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകനായി അടയാളപ്പെടുത്തുകയും ചെയ്ത ആൾ കൂടിയാണ് അദ്ദേഹം. കേരള 4-5 സംസ്ഥാന പുരസ്കാരങ്ങൾ, മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ഇതിനകം നേടിയിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹം മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആളാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച കലാമേഖലയിലെ ഇടപെടലിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ഒപ്പം വിവിധ മേഖലകൾ, ഭാഷാ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട്. നമുക്കറിയാം, മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ അദ്ദേഹം പാടിയത്. തമിഴിലും ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. കുറച്ചു ഗാനങ്ങൾ അദ്ദേഹം ഹിന്ദിയിൽ പാടി, തെലുങ്കിലും കന്നഡയിലുമെല്ലാം പാട്ടുകൾ പാടി ശ്രദ്ധേയനായ ആൾ കൂടിയാണ്. അപ്പോൾ മലയാളത്തെ സംബന്ധിച്ച് ജയചന്ദ്രൻ്റെ മരണം എത്രയോ തലമുറകൾക്ക് ഉണ്ടാവുന്ന ഒരു നഷ്ടമെന്ന് നിശ്ചയമായും പറയാം. യേശുദാസിനൊപ്പം ഒരു സമാന്തരമായി സഞ്ചരിക്കുകയും അദ്ദേഹത്തോടൊപ്പം തന്നെ മലയാളിയുടെ ഹൃദയത്തിൽ ആസ്വാദക ഹൃദയത്തിൽ ഇടം പിടിക്കുകയും ചെയ്ത ഒരാൾ ഒരു കാലഘട്ടത്തിന്, ഒരു യുഗത്തിന് തിരശ്ശീല വയ്യുകയാണ് എന്ന് നിശ്ചയമായും പറയാം. നമുക്ക് അറിയാവുന്നതുപോലെ ഒരു പ്രേം നസീർ, സത്യൻ, മധു, ആ ഇറയിൽ ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരാൾ പിന്നീട് ഇങ്ങോട്ട് 80s-ലും 90s-ലും 2000-ലും എല്ലാം 2000-ന് ശേഷവുമെല്ലാം പാട്ടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ഒരാൾ. ഏറ്റവും തുടക്കത്തിലുണ്ടായിരുന്ന സംഗീത സംവിധായകർക്കൊപ്പം തുടങ്ങി ഏറ്റവും അവസാനം ഇവിടുത്തെ ഏറ്റവും പുതുതലമുറ സംഗീത സംവിധായകർക്കൊപ്പവും അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. 60-കളിലെന്ന് പറയുമ്പോൾ 70-കളിലും ജി ദേവരാജൻ്റെ, MS ബാബുരാജിൻ്റെ, ദക്ഷിണാമൂർത്തിയുടെ, MK അർജുനൻ്റെ, പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ഇളയരാജയുടെ ഒക്കെ കൂടെ അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ട്. AR റഹ്മാൻ്റെ കൂടെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ കീരവാണിയുടെ കൂടെ, വിദ്യാസാഗറിൻ്റെ കൂടെ, ഏറ്റവും അവസാനം വന്നാൽ മലയാളത്തിലെ ഏറ്റവും പുതുതലമുറ ഹിറ്റ് സംഗീത സംവിധായകർക്കൊപ്പവും പാട്ടുകൾ പാടി. അങ്ങനെ എത്രയോ തലമുറകൾക്കൊപ്പം അനുസ്യൂതം സഞ്ചരിച്ച ഒരാൾ എന്ന നിലയ്ക്ക് നിശ്ചയമായും അദ്ദേഹത്തിൻ്റേത് കേവലമായ ഒരു വേർപാടല്ല, മറിച്ച് എത്രയോ തലമുറകളുടെ ഗാനാസ്വാദന മേഖലകളുടെ അവരുടെ ഹൃദയത്തിൽ സ്പർശിച്ച് കടന്നു പോകുന്ന ഒരാൾ, അവിസ്മരണീയമായ എത്രയോ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഒരാൾ, സൗത്ത് ഇന്ത്യക്ക് സമ്മാനിച്ച ഒരാൾ. ഹിന്ദിയിലും അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പല തലമുറകളെ പല രൂപത്തിൽ സ്വാധീനിച്ച ഒരാൾ വിടവാങ്ങുന്ന സവിശേഷത ഇതിനകത്തുണ്ട്.